ഇത് സാമ്പാറിന് താളിക്കണ എന്താ ചെയ്യണത്, ദോശയ്ക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊരു 5-5:30 ആകുമ്പോൾ അരച്ച് വെക്കണം. അപ്പോൾ ഞാനിത് താളിക്കണേണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കണം ഭയങ്കരമായിട്ട്. ഈ ചട്ടി ഇങ്ങനെ കറുത്തിരിക്കാൻ കാരണം ഒരു ദിവസം പപ്പടം കാച്ചിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാണ്ട് പോയി. പിന്നെ അത് അങ്ങോട്ട് കിടന്ന് ആളിക്കത്തി പോയേട്ടാ. ഇനിച്ചിട്ട് മല്ലിയിലയും കൂടിയൊക്കെ ഇട്ട് സാമ്പാർ അങ്ങനെ സെറ്റാക്കി. പിന്നെ ഉണക്കമീനും കൂടി വറക്കാമെന്ന് വെച്ച്. ഇത് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നു വിട്ടതാണ്. അമ്മ തന്നെ ഉണക്കിയതാണ്. ഈ മീനെ ഇവിടെ പറയണത് കോക്കാഞ്ചാളയെന്നാണ് കേട്ടോ. ചാള തന്നെ ഇങ്ങനെ മലന്ന് പോയില്ല കറി വെക്കുമ്പോൾ, അതിന് ഇവിടെ പറയണത് കോക്കാഞ്ചാളയെന്നാണ് കേട്ടോ. പിന്നെ നങ്കുവാണ് അമ്മ തന്നു വിട്ടത്. ഇത് നമ്മ തന്നെ ഉണക്കിയത് കാരണം അധികം അഴുക്കൊന്നുണ്ടാവില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതി. പിന്നെ ഞാൻ 2 മുട്ട എടുത്ത് വറക്കാനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ, മുട്ട വറക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മുട്ട വറുക്കത്തോളൂ. താളിച്ച ചട്ടി തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീനും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുട്ടയും വറുത്ത് അങ്ങനെ ചോറിനുള്ള കറികളൊക്കെ ആയിട്ടോ. ചോറ് അടുക്കളയിൽ വെച്ച് തന്നെ കറികളൊക്കെ ഇട്ടിട്ടാണ് അപ്പുറത്തോട്ട് ഹാളിൽ പോയിരുന്നു ഭക്ഷണം കഴിച്ചത്. ഇവിടെ ഉണക്കമീൻ എന്തായാലും ഒരു സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. പക്ഷേ അത് കടയിൽ നിന്ന് വാങ്ങണതല്ല, ഇങ്ങനെ അമ്മ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അമ്മ ഇങ്ങനെ ഉണക്കിയിട്ട് എനിക്കും ചേച്ചിക്കും തന്നു വിടുന്ന ഉണക്കമീനുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ.